എല്ലാവർക്കും മോർ ടേസ്റ്റ് ആൻഡ് ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളും ഈസി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. മിനിറ്റുകൾക്കകം നമുക്കിവിടെ ഇത് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ട് തയ്യാറാക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സ്ലൈസ് ബ്രെഡാണ്. ഇതിൻ്റെ അരിക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മുറിച്ചാൽ മതി, ഇല്ലെങ്കിൽ മുറിക്കണമൊന്നുമില്ല. ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 2 ടീസ്പൂൺ മയണൈസ്, 1 ടീസ്പൂൺ കെച്ചപ്പ്, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് കുരുമുളക് ചതച്ചത് ചേർക്കാം, ഇല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചതും ചേർക്കാം. ഇതെന്താണെങ്കിലും 2-3 പിഞ്ച് മതിയാകും. അത് സ്പൈസി സാൻഡ്വിച്ച് കിട്ടും നമുക്ക്. ഇനി വേണ്ടിയത് ഓണിയൻ റിങ്സ് ആണ്. ഓണിയൻ നമുക്ക് ചോപ്പ് ചെയ്തും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാരറ്റ് വട്ടത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. കുക്കുംബർ വട്ടത്തിലരിഞ്ഞത്, തക്കാളി വട്ടത്തിലരിഞ്ഞത്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ചെയ്യാൻ ആരംഭിക്കാം. നമുക്ക് ബേസ് മയണൈസിൻ്റെ ബേസ് നമുക്കിടാം. ഈ മയണൈസാണ് എല്ലാ വെജിറ്റബിൾസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. ഇനി കെച്ചപ്പ് ഇടാം. ഇനി ഓരോ വെജിറ്റബിൾസ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ആദ്യമേ ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞ് വെക്കുമ്പോൾ വല്ലാതെ കട്ടി തോന്നും സാൻഡ്വിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത്. ഓണിയൻ റിങ്സ്, കുക്കുംബർ സ്ലൈസസ്, പിന്നെ ടൊമാറ്റോയുടെ സ്ലൈസസും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബ്രെഡും ഇതേപോലെ ബേസ് മയണൈസിൻ്റെ ഇടാം. 2 തരത്തിലുള്ള മയണൈസ് ഉണ്ട്. എഗ്ലെസ്സും എഗ് മയണൈസും ഉണ്ട്. 2ൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് 2ഉം തയ്യാറാക്കിയെടുക്കാം. കെച്ചപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കെച്ചപ്പും ഉണ്ട്, സാധാരണ സിമ്പിൾ കെച്ചപ്പിൻ്റെയും 2ൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ബൈൻഡ് ചെയ്ത് വളരെ മിനിറ്റുകൾക്കകം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനൊരു സാൻഡ്വിച്ച്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. വളരെ ഈസി ആയിട്ട് മുറിഞ്ഞ് വരും, കാരണം വളരെ സോഫ്റ്റാണ്. നല്ലോണം ആ മയണൈസ് അതിനെ നല്ലോണം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.